പാഠം 760. ആത്മഹത്യകൾ ഉണ്ടാവുന്നത്. ആഗോളതാപനം കുറയ്ക്കുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ ഉച്ചകോടിയിൽ തീരുമാനം. അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കാനുള്ള ഫലപ്രദമായ നടപടികൾക്ക് ഉച്ചകോടി രൂപം നൽകി. അങ്ങനെ വെറുതെ പറച്ചിലെ അവസാനിപ്പിക്കാതെ മതിയായിരുന്നു. എല്ലാവരുടെ കളിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യം വൈകിയതിനെ തുടർന്ന് കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊള്ളാലോ. എന്താ മോനട്ടാ ഇത് കണ്ടോ? കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാർ കുറച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ആനുകൂല്യത്തിനായി അപേക്ഷിച്ച ഒരു കൃഷിക്കാരന് അത് സമയത്തിന് കിട്ടിയില്ല. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പ് കേടെന്നാണ് പറയുന്നത്. എന്തായാലും ആ കർഷകൻ ആത്മഹത്യ ചെയ്തു. അതോടെ നാട്ടുകാർ ഇളകി കേസായി. കൃഷി വകുപ്പിലെ 2 ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റും ചെയ്തു. ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നാട്ടുകാരെ സഹായിക്കാനായി തുറന്നു വെച്ചിരിക്കുന്ന സർക്കാർ ഓഫീസിലിരുന്ന് ആളുകളെ ഉപദ്രവിക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്ത ഉദ്യോഗസ്ഥന്മാര് ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത്. എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരുടെ പക്ഷത്താണ് തെറ്റെന്ന് ആരാ പറഞ്ഞത്? പിന്നില്ലാതെ അതൊക്കെ അന്വേഷിച്ചിട്ടാവുമല്ലോ പോലീസ് അവരെ പൊക്കിട്ടുണ്ടാവുക. അഴിമതി നടത്തുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്ന സകല ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം. ഇവരുടെയൊക്കെ ജോലി പോണം, പോലീസ് കേസും ആവണം. പറ്റിയാ നല്ല 4 തല്ലും കിട്ടണം. അതോടെ തന്നെ പത്രത്തിൽ ഒരു വാർത്ത കാണുന്നോടെ നീ ഇങ്ങനെ പക്ഷം പിടിച്ച് സംസാരിക്കരുത്. ഇനിയിപ്പോ ആ ഉദ്യോഗസ്ഥന്മാർ സമയത്ത് കാര്യം ചെയ്തു കൊടുത്തില്ല എന്ന് ഇരിക്കട്ടെ, അതിന് ആത്മഹത്യയാണോ പരിഹാരം? ആ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ വേറെയും ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരോട് പരാതിപ്പെടാം. ഇല്ലെങ്കിൽ പോലീസിലോ വിജിലൻസിലോ പരാതിപ്പെടാം. ഇതൊന്നും ചെയ്യാതെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്ത് എങ്ങനെ ശരിയാവും? ആത്മഹത്യ ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള എല്ലാ ശ്രമവും പാഴാവുമ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. മഴയിൽ കൃഷിനാശം വന്ന ഒരു മനുഷ്യൻ, ആ കൃഷിയിലെ വരുമാനം കൊണ്ടാവും അയാൾ ജീവിക്കുന്നത്. ഭാര്യയും മക്കളും ഉണ്ടാവും. അങ്ങനെ ഒരാളുടെ കൃഷി നശിക്കുമ്പോൾ അയാൾ വലിയ പ്രതിസന്ധിയിലായിരിക്കും എത്തുക. അത്തരക്കാരെ സഹായിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. പക്ഷെ ആ തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ അട്ടിമറിക്കുന്നു. അപ്പൊ പിന്നെ ഈ പാവം കൃഷിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? മേലുദ്യോഗസ്ഥന്മാരോട് പരാതിപ്പെടാനോ വിജിലൻസുകാരുടെ അടുത്ത് പറയാനോ ഉള്ള വിവരം വിദ്യാഭ്യാസമൊന്നും അപ്പൊ അയാൾ കാണിക്കില്ല. ജീവിതം ഗതിവിട്ട് നിൽക്കുമ്പോ ആരും അപ്പൊ ഒന്നും ആലോചിക്കില്ല മോനട്ടാ. അപ്പൊ അതൊന്നും അങ്ങ് ചെയ്യുന്നു, അത്ര തന്നെ. എന്നാലും ഇത്ര ഒരു കാര്യത്തിന് വേണ്ടി ജീവിതം തന്നെ അവസാനിപ്പിക്കുക പറഞ്ഞാല്? സാധുക്കളും അറിവില്ലാത്തവരുമായ സാധാരണക്കാരെ സംരക്ഷിക്കാനും സഹായിക്കാനുമാണ് സർക്കാരും അതിൽ 4-5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരും. അത് മനസ്സിലാക്കി പെരുമാറാൻ അവർക്ക് പറ്റണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. ഓരോ കാര്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ആളുകൾക്ക് അത് നടക്കാതെ വരുമ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തല്ലിക്കാര്യം സാധിക്കണമെന്നാണ് എന്റെ പക്ഷം. പൊതുജനത്തിന് ശമ്പളം വാങ്ങി പൊതുജനത്തെ ദ്രോഹിക്കുന്നവരെ തല്ലിക്കല്ലാതെ വേറെന്താ വേണ്ടത്? ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മോഹനായിട്ട് സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അപ്പൊ പിന്നെ മോഹനായിട്ട് തല്ലുടെ കാര്യം വരുന്നുണ്ടോ? പക്ഷേ ചില നേരത്ത് മോഹനേട്ടന് ആവശ്യമില്ലാത്ത ചില കടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിലൊന്നും ഒഴിവാക്കാവുന്നതാണ്. ഒരിക്കലുമില്ല. സത്യസന്ധവും നിയമപ്രകാരവും അല്ലാതെ കെ മോഹനകൃഷ്ണൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സഹദേവ്, എന്താ രാവിലെ? ഞാൻ പത്രത്തിൽ വായിച്ചു. അത് ശരി. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അതെ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ സഹദേവ. ശരി, നമുക്ക് നോക്കാം. ഭമേ, നീ അറിഞ്ഞോ? പോലീസ് അറസ്റ്റ് ചെയ്ത ആ 2 ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. അത് മാത്രമല്ല, സത്യസന്ധമായി പെരുമാറാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം എതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കുലർ ഇറങ്ങിയിരിക്കുക.
സത്യസന്ധരല്ലാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അതിനെന്താണ് വിശേഷ ഒരു സർക്കുലർ? നമ്മുടെ നാട്ടിലെ മിക്കവാറും സർക്കാർ ഓഫീസുകൾ നടക്കുന്നത് കടുത്ത അഴിമതിയാ. കൈക്കൂലി ഇല്ലാതെ ഒരു കാര്യം അവിടെ നടക്കില്ല. എന്തായാലും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ശ്രദ്ധ കിട്ടി. കൃഷി ഓഫീസിലെ വിൻസെന്റിനെ വിളിച്ചാൽ സംഭവം അറിയാമായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കാം. സാറേ, ഉത്തമന എന്തിനാ വന്നത് പോയി ചോദിക്കുക. ഞാൻ എന്താ വരുന്നു. ആ വിൻസെന്റ്, ഞാനാ കെ മോഹനേഷ് സാറ്. നമസ്കാരം വക്കീലേ. സാറല്ലേ ഇവിടെ? സാറുണ്ട്, ഭയങ്കര ചർച്ചയില്ല. ഉത്തമൻ എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആണോ? പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സ്റ്റേഷനിൽ കിടന്ന് നടത്തുന്ന പ്രഭാകരന്റെ വക്കീലിനെ അറിയാലോ? പ്രഭാകരൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തായിരുന്നു. ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കാനോ എന്തിനൊക്കെ ആണ്. മോഹനേഷ് സാർ അപേക്ഷ നോക്കിയപ്പോ സർവേ നമ്പറിൽ ഒരു ചെറിയ പെശക്. ആധാരം എഴുതിയപ്പോഴെന്തോ പറ്റിയൊരു അബദ്ധമാണ്. അത് തിരുത്തിക്കൊണ്ട് വരാതെ സർട്ടിഫിക്കറ്റ് തരൂലെന്ന് മോഹനേഷ് സാറ്. അത് തിരുത്താനായി പ്രഭാകരൻ രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ അവര് പറയുന്നു 1 മാസമെങ്കിലും എടുക്കുമെന്ന്. പ്രഭാകരനാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ടേ. ഇതിലിപ്പം മോഹനേട്ടനെ കണ്ടിട്ട് എന്താ കാര്യം? തിരുത്തല് വരുത്താൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല വക്കീലേ. മോഹനേഷ് സാർ വിചാരിച്ച സർട്ടിഫിക്കറ്റ് തരാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സാർ ഭയങ്കര വാശിയില്ല. എങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് സോപ്പിട്ട് കാര്യം നടത്താനായിട്ട് പ്രഭാകരൻ എന്നെ പറഞ്ഞു വിട്ടതാ. സോപ്പ് ഇട്ടാലൊന്നും മോഹനേട്ട് വീഴാൻ പോകുന്നില്ല ഉത്തമ. അയ്യോ, സാറേ, നമ്മുടെ പ്രഭാകരന്റെ കാര്യേ സർവേ നമ്പർ തിരുത്തിയോ? അതിന് ഒരുപാട് സമയമെടുക്കും സാറേ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഈ ആഴ്ചയെങ്കിലും കൊടുത്താലേ പ്രഭാകരന്റെ ലോൺ ശരിയാവൂ. പ്രഭാകരന്റെ ലോൺ ശരിയാകേണ്ടത് പ്രഭാകരന്റെ മാത്രം പ്രശ്നമാണ്. ഞാൻ കെ മോഹനേഷ് സാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അപേക്ഷ പൂർണ്ണമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. സാറേ സാറേ സംഗതി ഒരു അബദ്ധം പറ്റിയതാണെന്ന് സാറിന് അറിയാലോ. വില്ലേജ് ഓഫീസർക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പ്രശ്നത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം സാറേ. എന്നെ നിയമം പഠിപ്പിക്കാനായിട്ട് രാവിലെ വന്നാണോ? എങ്കിൽ പിന്നെ പ്രഭാകരൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഉത്തമം തന്നെ കൊടുക്കാം. അയ്യോ അല്ല, എനിക്കെങ്ങനെ കൊടുക്കാൻ പറ്റും സാറേ? ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാം എന്നൊക്കെ മോഹനേഷ് സാറിന് അറിയാം. പോയി ആധാരം തിരുത്തിക്കൊണ്ട് വരാതെ ഞാൻ സർട്ടിഫിക്കറ്റ് തരില്ല. അല്ല സാറേ, ഞാൻ അത് പിന്നെ പ്രഭാകരൻ എന്തൊരു കഷ്ടമാണ് ഈശ്വര. ഇനി ആ പ്രഭാകരനോട് ഞാൻ എന്തോന്ന് പറയും? ഉത്തമ, എന്തായി? ഒരു രക്ഷയല്ല വക്കീലേ. സാറ് ഒരു തരത്തിലും അടുക്കണില്ല. സർവേ നമ്പർ തിരുത്തിക്കൊണ്ട് വരാതെ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഞാൻ പ്രഭാകരന്റെ അടുത്ത് എന്തൊന്ന് പറയും? അവനാണെങ്കിൽ കാശിന് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഈ ആഴ്ച കൊടുത്തില്ലെങ്കിൽ ബാങ്കുകാരെ ലോണും കൊടുക്കൂല. ഈ സർവേ നമ്പർ തിരുത്താതെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്തെങ്കിലും പ്രശ്നം വരുമോ? എന്ന് വെച്ചാ? അല്ല, സർവേ നമ്പറിൽ തെറ്റുള്ളപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ നിയമപ്രകാരം തെറ്റാണോ എന്ന്. ഒരു കുഴപ്പമില്ല വക്കീലേ. നമ്മുടെ രാജ്യത്തെ ആധാരങ്ങളിൽ പകുതിയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. മിക്കതിൽ സർവേ നമ്പർ തെറ്റിയിട്ടുമുണ്ട്. പക്ഷെ ഓരോ നാട്ടിലെ വില്ലേജ് ഓഫീസർമാര് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിലൊരു കുഴപ്പമില്ല. ഈ സർവേ നമ്പർ തെറ്റിയെന്ന് പറയുന്ന ഭൂമി പ്രഭാകരന്റേതാണെന്നുള്ള കാര്യം മോഹനേഷ് സാറ് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. മിക്കവാറും വില്ലേജ് ഓഫീസർമാർ അത് ചെയ്യുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഈ മോഹനേഷ് സാറ് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് പ്രഭാകരനത് കൊടുക്കാത്തത്? കഴിഞ്ഞ കൊല്ലം കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസ് ചെന്നപ്പോഴേ സാറ് പ്രഭാകരനോട് പറഞ്ഞതാണ്, ആ തെറ്റൊന്ന് തിരുത്തണേ പ്രഭാകര. പ്രഭാകരൻ അത് കാര്യമാക്കിയില്ല. അന്ന് പ്രഭാകരന് ലോണിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ ആവശ്യം വന്നപ്പോ ചെന്നു. സാർ 1 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം പ്രഭാകരൻ ഇതുവരെ ചെയ്തില്ല എന്നറിഞ്ഞപ്പോ മോഹനേഷ് സാറിന്റെ വാശിയായി. ഓ, അപ്പൊ അതാണ് കാര്യം. പ്രഭാകരൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ ഉത്തമനൊരു വിദ്യ പറഞ്ഞുതരാം. അത് പ്രയോഗിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും. അതെന്ത് വിദ്യ? ഇത് പറഞ്ഞു തന്നത് ഞാനാണെന്ന് ഒരിക്കലും ആരും അറിയാൻ പാടില്ല. ഇല്ല വക്കീലേ. ഈ പ്രഭാകരന് ആത്മഹത്യയെ പറ്റി എന്താണ് അഭിപ്രായം? ആത്മഹത്യയെ?
ആന്ന്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട എന്തെങ്കിലും അവസ്ഥ പ്രഭാകരനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്ന്. ഞാൻ പറയുന്നത് പോലെ ഉത്തമനും പ്രഭാകരനും ചെയ്തിട്ടുണ്ടെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്നോ നാളെയോ കൈ കിട്ടും. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു മോനട്ടാ. ആ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലേ? അല്ല, ആ കൃഷിക്കാരൻ കൃഷി ആഫീസിൽ പോയി സഹായത്തിന് അപേക്ഷിക്കുന്നു. അതൊരു സർക്കാർ ആഫീസല്ലേ, അവിടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചിട്ടയും വ്യവസ്ഥയൊക്കെ കാണുമല്ലോ. അതൊക്കെ പാലിക്കാതെ സഹായം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പിന്നീട് വരാൻ പറഞ്ഞു കാണും. പക്ഷേ ആ കൃഷിക്കാരന്റെ അവസ്ഥ പരമദയനീയമായിരുന്നല്ലോ. അതുകൊണ്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്തു. അതോടെ നിരപരാധികളായ ഉദ്യോഗസ്ഥന്മാരെ കുടുങ്ങിയത് വാവാ. ഇങ്ങനെ തോന്നാൻ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കള്ളന്മാരാണെന്നാണല്ലോ സാറിന് നീ പറയാറുള്ളത്. നമ്മള് അങ്ങനെ നോക്കുമ്പോ എല്ലാ വശം നോക്കണമല്ലോ. ചിലപ്പോ ആ ഉദ്യോഗസ്ഥന്മാര് മോഹനേട്ടനെ പോലെ സത്യസന്ധരായിരിക്കും. പക്ഷെ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും ഈ മരിച്ചയാളുടെ പക്ഷത്തല്ലേ നിൽക്കുള്ളൂ. എത്ര സത്യസന്ധനായ ഉദ്യോഗസ്ഥനായാലും പ്രതിയാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ചൊരു ജോലിയാണല്ലേ മോനോട്ടാ? ആത്മഹത്യ ചെയ്യാനോ? ഉത്തമൻ എന്താ ഈ പറയുന്നേ? ആത്മഹത്യ ചെയ്യാനല്ല പറഞ്ഞത്, ആത്മഹത്യ ചെയ്യും എന്ന് മോനൽ സാറിന്റെ അടുത്ത് പറയാൻ. എന്റെ ഉത്തമ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്നുള്ളത് നേരാ. കട ഒന്നുകൂടി വിപുലപ്പെടുത്താനാ കാശ്. ബാങ്കുകാരോട് ചോദിച്ചപ്പോ അവര് തരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അവര് തന്നില്ലാന്ന് വെച്ച് എനിക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ പ്രഭാകര, നിനക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ഞാനൊരു ബുദ്ധിമായിട്ട് വരുമ്പോ നീ തന്നെ അതിനിട്ട് ഉടക്കിടുന്ന എന്തിനാണ്? നീ നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ തൂങ്ങിച്ചാവും എന്നൊന്ന് പറഞ്ഞു നോക്ക്. ആ സെക്കൻഡിൽ അത് കിട്ടിയിരിക്കും. ഉത്തമ, ഇതിലും വലിയ അടവിറക്കിയിട്ട് പുളിക്കലെ തോമസ് കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ആള് മോഹനേശ്വര സാറല്ലേ, ഒരു തീരുമാനം എടുത്തതാ. എടേ പ്രഭാര, പുളിക്കലെ തോമസ് കുട്ടിയുടെ കാര്യവും നിന്റെ കാര്യവും രണ്ടും രണ്ടാണ്. തോമസ് കുട്ടിയുടേത് നിയമത്തിനെതിരായ കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ജീവൻ പോയാലും മോഹനേശ്വര സാർ ചെയ്യൂല. നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വേണമെങ്കിൽ സാറിനൊന്ന് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. സാറ് വിചാരിച്ചാൽ ചെയ്യാമായിരുന്നൊരു കാര്യം സാറ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ നീ ആത്മഹത്യ ചെയ്താൽ ജയിലിൽ പോകുമെന്നും മോഹനേശ്വര സാറിന് പേടിയുണ്ട്. അതുകൊണ്ട് സാറ് ഉറപ്പായിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തരും. ഏയ്, മോഹനകൃഷ്ണ സാറിന് പേടിയോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, സാറിന്റെ സ്വന്തം ഭാര്യ തന്നെയാണ് പറഞ്ഞത്. വക്കീല് പറഞ്ഞതിന്റെ ഉറപ്പിലല്ലേ പ്രഭാര ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. മോനേട് സാറിന്റെ ഉള്ളിലിരിപ്പ് വക്കീലിന്റെ അത്രയും അറിയാന്നുള്ള വേറെ ആരുണ്ട് ഇവിടെ? സാർ, ആ പ്രഭാകരൻ വന്നിട്ടുണ്ട്. ഏത് പ്രഭാകരൻ? പഞ്ചായത്തിനടുത്ത് സ്റ്റേഷൻ കട നടത്തുന്ന പ്രഭാകരൻ. അവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് പല പ്രാവശ്യം പറഞ്ഞാണല്ലോ. ആധാരത്തിലെ തിരുത്തൽ വരുത്താതെ കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാനും പറഞ്ഞു, പക്ഷെ ഇന്ന് ഭയങ്കര ചൂടില്ല. സാറിനെ കണ്ടിട്ടേ അവൻ പോകുന്നാ പറഞ്ഞ. ഇതൊരു ശല്യമായല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ കാഞ്ചന സാറേ? എനിക്ക് ആകെ സ്വന്തമായിട്ടുള്ള ഭൂമിയാ അത്. അത് പണയം വെച്ച് ലോൺ എടുക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പ്രഭാകരൻ ചേട്ടാ. പക്ഷെ ഞങ്ങൾ മാത്രം മനസ്സിലാക്കിയ പോരല്ലോ, മോഹനേശ്വര സാറിന് മനസ്സിലാവണ്ടേ? ഞങ്ങള് സാറിനോട് പ്രഭാകരൻ ചേട്ടന്റെ കാര്യം സൂചിപ്പിച്ചത്. അപ്പൊ സാറ് പറഞ്ഞു സാറ് നിയമം വിട്ടൊന്നും ചെയ്യില്ല. പ്രൊഫസറെ, കടയിൽ കച്ചവടം തീരെ കുറവാ. സാധനങ്ങൾ വാങ്ങിച്ചിടാൻ പൈസ വേണം. പിന്നെ കൊള്ളപ്പലിശയ്ക്ക് ബ്ലേഡ് ജോസഫേടന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക വാങ്ങിയത് ഞാൻ തിരികെ കൊടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാൽ ഇതൊക്കെ നടക്കും. നിങ്ങൾ എന്റെ സർട്ടിഫിക്കറ്റ് തന്നേ പറ്റൂ. പ്രഭാകരൻ ചേട്ടന് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്താ? ഞങ്ങൾ വിചാരിച്ച അത് തരാൻ പറ്റില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ അടപെടുത്ത് എന്നെ ഒഴിവാക്കാനാണ് പരിപാടിയെങ്കിൽ പ്രഭാകരൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല.
ഈ ലോൺ കിട്ടിയില്ലെങ്കിൽ ജോസഫ് ഏട്ടൻ എന്നെ കടയിൽ നിന്ന് ഇറക്കി വിടും. കിടപ്പാടം പോലും അയാളുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുക. സമയത്ത് കാശ് കൊടുക്കാത്തത് കൊണ്ട് കെട്ടിയവളെയും പിള്ളേരെയും കൂട്ടി തെരുവിൽ ഇറങ്ങിയ വഴിയുള്ളൂ, വേറെ വഴിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടായ അമ്മയാണ് ഞാൻ. ആ കവലയിലെ മാവ് കെട്ടി തൂക്കിച്ചാവും. അങ്ങനെ വെറുതെ ചാവൂന്ന് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങൾ എന്റെ സർട്ടിഫിക്കറ്റ് തരാത്തത് കാരണം കടം കയറി നശിച്ചത് കൊണ്ട് ചാവുകയാണെന്ന് ഞാൻ എഴുത്തെഴുതി വയ്ക്കും. എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിങ്ങളാരും അങ്ങനെ സുഖമായിട്ട് ജീവിക്കാന്നൊന്നും കരുതണ്ട. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ചുമ്മാ വരട്ടുന്ന സാർ, പിടിച്ചിറക്കി വിടട്ടെ. അങ്ങനെ പിടിച്ചിറക്കി വിട്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്താലോ? എന്റെയും ശിശുപാലന്റെയും ജോലി പോകും, നമ്മൾ അകത്തുമാവും. എന്തിന്? അങ്ങനെയൊക്കെയാണ് നിയമം. കൃഷി ഓഫീസിലെ കാര്യം പത്രത്തിൽ വായിച്ചില്ലേ? ഈ പ്രശ്നം നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എങ്ങനെ? കാണിച്ചു തരാം. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് സാറിന് അറിയില്ലേ? ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി സാറിന്റെ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുകയല്ലേ? ഇനി എന്റെ മുന്നിൽ മരിക്കുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. പ്രഭാകരന് സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് ആരാ പറഞ്ഞത്? ആധാരത്തിലെ തെറ്റ് തിരുത്താൻ ഞാൻ പ്രഭാകരനോട് പറഞ്ഞിട്ട് എത്ര നാളായി? ഇതുവരെയെങ്കിലും പ്രഭാകരൻ അത് ചെയ്തോ? ഇനിയെങ്കിലും പ്രഭാകരൻ അത് ചെയ്യുമെന്ന് കരുതി ഞാനൊരു തമാശ കാണിച്ചല്ലേ? വിഷമിക്കല്ലേ? പ്രഭാകരന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ തരും. ഇന്ന് തന്നെ തരും. പ്രഭാകരൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് ശിശുപാലൻ പ്രഭാകരനെ വിളിച്ചോ. പിന്നെ നേരെ കടയിലേക്ക് പൊയ്ക്കോണം. ഈ കവലയിലൊന്നും അധികം നേരം നിൽക്കണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, ആ മാവ് കാണുമ്പോ പ്രഭാകരന് ആവശ്യമില്ലാത്ത ചിന്തകളിലുണ്ടായല്ലോ. ശരി സർ. നല്ല മനുഷ്യൻ. സ്വയം പ്രഭേ, പ്രഭാകരന്റെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എഴുതി വെച്ചോളൂ. ആധാരത്തിൽ തെറ്റ് തിരുത്താൻ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ വാശി? അതെ സർ. അതിന്റെ ദോഷം ഭാവിയിൽ അയാൾ തന്നെ അനുഭവിക്കും. അനുഭവിക്കട്ടെ. മോഹനേഷ സാറിന് ഇതെന്ത് പറ്റി? പെട്ടെന്നൊരു മാറ്റം. അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് കേട്ടപ്പോഴേ സാറൊന്ന് പേടിച്ചു കാണും. കൃഷി വകുപ്പിലെ 2 ഉദ്യോഗസ്ഥന്മാരുടെ ജോലി പോയ കാര്യം പത്രത്തിൽ വായിച്ചില്ലേ? അത് വായിച്ച് പേടിച്ചു കാണും. അയ്യോ, ആത്മഹത്യ എന്ന് പറഞ്ഞോ? പറഞ്ഞേ. അയാളുടെ ഭീഷണി കേട്ടപാടെ എനിക്ക് മനസ്സിലായി ആകെ പ്രശ്നമാവുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തേക്കാന്ന്. അല്ല, അങ്ങനെ ഭീഷണിക്ക് വഴങ്ങി നിയമം തെറ്റിക്കാൻ പാടുണ്ടോ മോനട്ടാ? നിയമമൊന്നും തെറ്റിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ അയാൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കേണ്ടതാണ്. പക്ഷെ ആധാരത്തിലെ തെറ്റ് തിരുത്താൻ ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ കേൾക്കാത്ത എന്റെ വാശിക്കാണ് ഞാൻ കുറച്ച് താമസിപ്പിച്ചത്. നിനക്കല്ലേ അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് ആയതുകൊണ്ട് പ്രഭാകരനെ വലിയ പരിചയമൊന്നുമില്ല. അയാളായിരിക്കും. സർട്ടിഫിക്കറ്റ് എന്റെ ബാഗിൽ ഇരിപ്പുണ്ട്. അതെ, അത് മോഹനയുടെ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. അയാൾക്കത് വലിയ സന്തോഷമാവും. നീ പ്രഭാകരനാണോ നോക്ക്. നമസ്കാരം വക്കീലേ. നമസ്കാരം. പ്രഭാകരൻ ചേട്ടൻ മോഹനയുടെ കാണാമെന്നാ? വൈകിട്ട് ഇവിടെ ഒന്ന് സർട്ടിഫിക്കറ്റ് തരാമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഒക്കെ വക്കീലിന്റെ സഹായം കൊണ്ട് നടന്നതാ. എന്റെ സഹായം കൊണ്ടോ? വക്കീലാണ് ഈ ബുദ്ധി പറഞ്ഞതെന്ന് ഉത്തമം പറഞ്ഞു. ഇനി ഇത് മോഹനടങ്ങാൻ അറിഞ്ഞിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. പ്രഭാകരൻ ചേട്ടൻ എനിക്ക് പണ്ടേ നല്ല പരിചയമുള്ളത് കൊണ്ട് മാത്രം സഹായിക്കാന്ന് ഞാൻ വെച്ചതാ. ഒടുവിൽ ആ സഹായം എനിക്ക് പാരയാവരുത്. ഒരിക്കലുമില്ല വക്കീലെ. ഞാൻ ചത്താലും ഇത് പുറത്താരോടും പറയില്ല. പറയരുത് മോഹനേട്ടാ. പിന്നെ പ്രഭാകരൻ ചേട്ടന് എനിക്ക് പരിചയമുണ്ടോന്ന് മോഹനേട്ടൻ ചോദിച്ചപ്പോ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രഭാകരൻ ചേട്ടന്റെ കേസ് പണ്ട് ഞാൻ വാദിച്ചതൊന്നും മോഹനേട്ടൻ അറിഞ്ഞൂടാ. മനസ്സിലായല്ലോ? ഓഹോ, വക്കീൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കൊരു സഹായം ചെയ്ത വക്കീലിനെ ഞാൻ കുഴപ്പത്തിൽ ചാടിക്കൂ. പ്രഭാകരനായിരുന്നോ? നമസ്കാരം സാർ. സർട്ടിഫിക്കറ്റ് എഴുതിപ്പോ ഒന്ന് വൈകിപ്പോയി. അതുകൊണ്ടാണ് പ്രഭാകരനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓഹോ, അത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ല സാർ. അല്ല, ഈ സർക്കാർ ഓഫീസുകൾ ശരിക്കും പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നടത്താനുള്ളതാണല്ലോ.
അങ്ങനെയുള്ളപ്പോ ആഫീസിൽ വരാതെ വീട്ടിൽ വരാൻ പറഞ്ഞത് പ്രഭാകരൻ ഒരു ബുദ്ധിമുട്ടായി തോന്നി. ഇനി പ്രഭാകരൻ വല്ല കടുങ്ങുകയും ചെയ്താൽ ഞാൻ അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ ഓഫീസിൽ വെച്ച് കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു. സാറേ, എന്റെ ഗതിയോടുണ്ടോ സാറേ? സാർ ക്ഷമിക്കണം. അതിലൊന്നും എനിക്ക് ഒരു വിരോധമില്ല. അല്ലെങ്കിൽ തന്നെ പ്രഭാകരനോട് ദേഷ്യപ്പെടാൻ ഞാൻ ആരാ? പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഞാൻ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? പ്രഭാകരൻ വില്ലേജ് ഓഫീസിൽ വന്ന് ന്യായമായ ഒരു ആവശ്യം പറഞ്ഞു. അത് സാധിച്ചു തരേണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ കടമയല്ലേ? സർട്ടിഫിക്കറ്റ്. ഇതെന്താ സാറേ? പ്രഭാകരൻ കവലയിലെ മാവിൽ കെട്ടിത്തൂങ്ങി ചാവൂന്നല്ലേ പറഞ്ഞത്? അത് തന്നെ നടക്കട്ടെ. ദാ, ഇത് എന്റെ വക ഒരു സമ്മാനം. സാർ. എന്ത് സാർ? ഇങ്ങനെയല്ലേ പ്രഭാകരൻ എനിക്ക് സഹായിക്കാൻ പറ്റൂ? എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അത് ഞാൻ തരുമായിരുന്നു, പ്രഭാകരൻ മാന്യമായി വന്ന് കണ്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ പ്രഭാകരൻ എന്താ ചെയ്തത്? ഏതോ കുബുദ്ധികളുടെ ഉപദേശം കേട്ട് വില്ലേജ് ഓഫീസിൽ വന്ന് നാടകം കളിച്ച് മോഹനൻ സാറിനെ പേടിപ്പിച്ച് കാര്യം സാധിക്കാമെന്ന് കരുതി. അത് നടക്കില്ല എന്നിപ്പോ മനസ്സിലായല്ലോ സാറേ. ഞാൻ ആര് പറഞ്ഞിട്ടാണ് പ്രഭാകരൻ ഈ വേഷം കെട്ടിറക്കിയതെന്ന് എന്നോട് പറയാതെ പ്രഭാകരന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമില്ല. വക്കീലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. വക്കീൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു, അത് മുടക്കിയത് വക്കീല. എനിക്ക് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നില്ലെങ്കിൽ ആ നിൽക്കുന്ന മാവ് ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. കണ്ടല്ലോ, അത് കണ്ട. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാകരൻ പറഞ്ഞതാ. ഞാനിപ്പോ വരാം. വക്കീല്, ഈ വക്കീല് പൂച്ചക്കുട്ടി. ഒരബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ആത്മഹത്യ ചെയ്യാൻ പറയാൻ ഞാൻ ഉത്തമനോട് പറഞ്ഞത്, ഉത്തമൻ അത് പ്രഭാകരനോട് പറഞ്ഞു. സ്വന്തം ഭർത്താവിനെതിരെ മറ്റുള്ളവരുമായി ചേർന്ന് ഗൂഢാലോചന. ഇതേത് വകുപ്പാണ്? അയ്യോ, ഗൂഢാലോചന ഒന്നും അല്ല, വെറുതെ ഒരു തമാശ കാണിച്ചതാ. എന്നോട് ക്ഷമിക്കണം. മോഹനേട്ടൻ രാവിലെ ചൂടായപ്പോ ഞാൻ വെറുതെ ഒരു കുറുമ്പ് കാണിച്ചതല്ലേ. പ്രഭാകരന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ ആ മാവി കെട്ടി തൂങ്ങി ചാവൂന്ന് പറഞ്ഞു. അയാളുടെ സർട്ടിഫിക്കറ്റ് നാളെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ പ്ലീസ്? നാളെ ഓഫീസിൽ വരാൻ അയാളോട് ഞാൻ പറഞ്ഞോട്ടെ. നാളെ ആക്കണ്ട, ഇന്നേനെ കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ബാഗിലുണ്ട്, ഞാൻ പറഞ്ഞ സത്യ. എടുത്ത് കൊടുത്തേക്ക്. വില്ലേജ് ഓഫീസർ ആളൊരു എടുത്തുചാട്ടക്കാരനും വികാരജീവിയുമാണെന്നത് സത്യം തന്നെ. പക്ഷേ അതിന്റെ പേരിൽ കക്ഷിയെ പറ്റിച്ചു കളയാമെന്ന് സാക്ഷാൽ സത്യഭാമ പോലും കരുതുന്നതാണ് ഈ കഥയിലെ പാഠം. ഭാര്യയുടെ പരീക്ഷണത്തെ പരാജയപ്പെടുത്തിയ മോഹനകൃഷ്ണന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.